ഓക്കെ. ഇതിൽ നമുക്ക് കുറച്ച് ഡ്രോയിങ്സ്, ചെറിയ ചെറിയ ഡ്രോയിങ്സ് ഓട്ടോകാഡ് ഇതിനോട് ചെയ്തിട്ടുണ്ടോ? ഓ, ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ വർക്കൊക്കെ. അതായത് കാര്യമായിട്ട് എന്നുള്ളത് ലാസ്റ്റ് ഞങ്ങൾക്ക് പ്ലാൻ വരക്കാനൊക്കെ ഉണ്ട്. അത് റേഡിയസും പ്ലാൻ കുറച്ച് വരയ്ക്കാനുണ്ടോ? ഉം. റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ജസ്റ്റ് തുടങ്ങി നോക്കാം. നമ്മളിന്ന് ഫസ്റ്റ് തന്നെ ചെയ്യാൻ പോകുന്നത് ഉം, ഉം, ഉം. ഇതാണ് മോഡൽ വരുന്നത്. ഇത് നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കാം. അത് നമുക്ക് ഓട്ടോകാഡ് നോക്കാം. ഇതിലിപ്പോ ഫസ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് അത് ഓട്ടോകാഡ് ഒന്ന് പരിചയപ്പെടാം. ഓക്കെ. ഓട്ടോകാഡ് എടുക്കാണ്. ഇത് ഓട്ടോകാഡ് 2021 നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓട്ടോകാഡ് 3D ഉണ്ട്, 2D ഉണ്ട്. നമ്മൾ ഓട്ടോകാഡ് 2D ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ടൂറില്ലേ? ഇത് കുറച്ച് റിവിറ്റ് ആദ്യമെടുത്തോണ്ട് കുറച്ചൊക്കെ ഫെമിലിയർ ആയിരിക്കും. കുറെയൊക്കെ സെയിം മോഡലൊക്കെ ആണ്. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഇതൊക്കെ ഉണ്ട്. അതായത് റീസെന്റ് ഡോക്യുമെന്റ്സും, അതായത് റീസെന്റ് ആയിട്ട് തുറന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് മോഡൽസ് ഇവിടെ ഉണ്ടാവും. അതേമാതിരി ഇതവിടെ സ്റ്റാർട്ട് ഡ്രോയിങ്, അതായത് ആ, ന്യൂ ആ, ആ. ടെംപ്ലേറ്റ്, കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാവും. നമുക്ക് ഡിഫോൾട്ട് ടെംപ്ലേറ്റ് എന്ന് പറയാം. നമ്മൾ ടെംപ്ലേറ്റ് അങ്ങനെ സെറ്റ് ചെയ്താൽ പിന്നെ ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ ടെംപ്ലേറ്റ് ഉം. ചേഞ്ച് ചെയ്താൽ മതി. പിന്നെ റീസെന്റ് ആയിട്ട് ഓപ്പൺ ഫയൽസ് ഉണ്ട്, ഓപ്പൺ ഷീറ്റ് സെറ്റ്, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ തുടങ്ങാൻ, പുതിയതായിട്ട് തുടങ്ങാൻ എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ഡ്രോയിങ് എടുക്കാം. ഇത് ഏതോ ISO A1 എന്ന് പറഞ്ഞ Start drawing. ഷീറ്റിലാണ് കിടക്കുന്നത്. ഇതെന്താ 3D അത്? ഇത് 3D അല്ല, 2D തന്നെയാണ്. ആ, അതിന് ആ, ആ. ഇവിടെ ഔട്ട്ലൈൻ കാണുന്നുണ്ട്, നമ്മുടെ ടെംപ്ലേറ്റ് മാറിയിട്ടുണ്ട് തോന്നുന്നുണ്ട്. നോക്കാം. ആ, ആ. ഓക്കെ, ഇതാണ് നമുക്ക് ശരിക്കും വേണ്ടത്. അവിടെ ലേഔട്ട് 1 ഉണ്ട്, 2 ഉണ്ട്. ഇതിൽ നമ്മളൊന്നും ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഒന്നുമില്ല. കണ്ടോ, ഉം, ഉം, ഉം. ഷീറ്റ് മാറിയ കാര്യം. ലേഔട്ടിലാ പോ. ആ, നമ്മൾ ആ, ഡ്രോയിങ്സ് ഓക്കെ. എടുക്കുന്ന നേരം ചെയ്യാം. അപ്പൊ ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇതിൽ നോക്കാം. കുറച്ചൊക്കെ സിമിലർ ആയിട്ട് ഫയൽ എഡിറ്റ് കാര്യങ്ങൾ, ഡ്രോ ഡയമെൻഷൻസും കാര്യങ്ങളുണ്ട്. പിന്നെ അവിടെ കുറച്ച് ടൂൾസും ഉം, ഇൻസെർട്ടിൽ കുറച്ച് നമുക്ക് ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോമിൽ ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം നമുക്ക് സാധാരണ ഉം, കുറച്ചിട്ട് കുറേശ്ശെ എന്ത് ചെയ്യാം, പഠിക്കാം. ഇവിടെ കുറച്ച് സ്നാപ്പും ഗ്രിഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനും, ഗ്രിഡും കാര്യങ്ങളും സെറ്റ് ഉം, ഉം, ചെയ്യാനൊക്കെ ഉം. നമ്മള് സ്നാപ്പ് ഓർത്തോ കാര്യങ്ങളൊക്കെ ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാനൊക്കെ ഉണ്ട്. ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ കമാൻഡ്സ് ടൈപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോന്ന് എടുക്കണം. ഓക്കെ. അതായത് ലൈനിന് ആ, ആ. എല്ലിട്ടാണ്ട് നമ്മൾ എൻ്റർ അടിച്ചാൽ ടെക്സ്റ്റ് ഇവിടെ വരും. എല്ലിട്ടാണ്ട് എൻ്റർ അടിച്ചാൽ എന്താവും, ലൈന് വരും. ഉം. എൻ്ററോ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഉം. ഇതോ യൂസ് ചെയ്യാം, സ്പേസ് ബട്ടണോ യൂസ് ചെയ്യാം. അങ്ങനെ വരാം. പിന്നെ അധികം കമാൻഡ്സ് ഒക്കെ ഇതിൽ തരും, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഇതിൽ പറഞ്ഞു തരും. ആ, 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 ആ. അതുപോലെ തന്നെ നമ്മൾ ആദ്യം ഓട്ടോകാഡ് ഫയലൊക്കെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഫ്രഷ് ആയിട്ട് തുടങ്ങണമെങ്കിൽ ഫസ്റ്റ് സെറ്റ് ചെയ്യേണ്ട യൂണിറ്റ് ആണ്. നമ്മൾ റെവിറ്റ് യൂണിറ്റ്. വരണ്ട, റെവിറ്റിൽ നമുക്ക് അടിയിൽ യൂണിറ്റ് സെറ്റ് ചെയ്താൽ സീനൊന്നുമില്ല. ഓട്ടോകാഡിൽ നമ്മൾ ആ, ആദ്യം ആ, ആ. യൂണിറ്റ് സെറ്റ് ചെയ്യണം. ഓക്കെ, ഓക്കെ. ഇനി ഞാൻ UN ഉം. ആണ് അടിക്കുക. UN എൻ്റർ അടിക്കണം. നമ്മൾ റെവിറ്റിൽ എൻ്റർ അടിക്കേണ്ട ആവശ്യമില്ല. UN എൻ്റർ അടിച്ചാൽ ഉം, യൂണിറ്റ് ഉം. ഇതിൽ ഡെസിമൽ, അതായത് ടൈപ്പ് എന്ത് ടൈപ്പ് ഡെസിമൽ മതി. നമുക്ക് യൂണിറ്റ് നമുക്ക് ഉം. സെന്റിമീറ്ററോ മില്ലിമീറ്ററോ എന്താ ആക്കി കൊടുക്കാം. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഉം, ഉം, ഉം. സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാം. സെന്റിമീറ്റർ അതേ പിന്നെ പ്രിസിഷൻ 0 പോയിന്റ് സംതിങ് എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. ജസ്റ്റ് അത് ആ, മാത്രം ആ, ആ, ആ. ലൈറ്റിംഗ് ഇന്റർനാഷണൽ അമേരിക്കൻ ഉണ്ട്, നമുക്ക് ഇന്റർനാഷണൽ മതി. കൊടുത്തു ഇട്ടു. ഓക്കെ. പിന്നെ അതേമാതിരി നമുക്ക് ഇതിൽ കുറെ നോട്ട്സ് കാണാം, പോയിന്റ്സ്. നമ്മൾ സൂം ആ. ചെയ്യണതിനൊക്കെ കാണാം. അതായത് ഇത്ര സ്പേസിങ്ങിൽ കാണുന്നുണ്ട്. അതൊക്കെ എങ്ങനെ ചേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് DS എടുത്താല്, DS പറഞ്ഞാൽ ഡ്രാഫ്റ്റിംഗ് സെറ്റിങ്സ്, എന്നിട്ട് DS എടുത്ത് ആ. നമുക്ക് കാണാൻ പറ്റും. ഇത് ഓൺ ചെയ്യാം. അതായത് സ്പേസിങ് ഇത് ബ്ലോക്ക് എഡിറ്റർ ആക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം, 2D മോഡൽ ഓഫ് ചെയ്ത് ബ്ലോക്ക് എഡിറ്റർ ആക്കി വെക്കാം. നമ്മൾ ബ്ലോക്സ് ബ്ലോക്ക് എഡിറ്റർ ഓൺ ആക്കിയതാ?
ഇപ്പൊ ബ്ലോക്ക് എഡിറ്റർ ഓൺ ആക്കിയപ്പോ കണ്ടില്ല ഗ്രിഡ് മാതിരി വന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. നേരത്തെ ഡോട്ട് 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 ആയിരുന്നു, ഇപ്പൊ ജസ്റ്റ് ഗ്രിഡാ വന്നത്. ആ അതിന് നമ്മൾ ഓക്കെ. ബ്ലോക്ക് എഡിറ്ററും ഓക്കെ. ഇത് ചേഞ്ച് ചെയ്യാം. ഞങ്ങൾക്ക് ഡി എസ് എടുത്ത് എൻ്റർ അടിച്ചിട്ട് എന്ത് ചെയ്തു, കൂടി മോഡൽ സ്പേസ് ആക്കി ബ്ലോക്ക് എഡിറ്റർ ഓഫ് ചെയ്തു. പിന്നെ ഈ സ്പേസിങ് കണ്ടോ, അതായത് ഈ എക്സും വൈയുടെ സ്പേസിങ്സ്, അതായത് ഓക്കെ അടിച്ചു ഞാൻ കാണിച്ചു തരാം. ഇത് തമ്മിലുള്ള സ്പേസിങ് ആണ് കാണുന്നത് ഡി എസ്. അതായത് ഇവിടെ സ്പേസിങ് കൊടുത്തിട്ട് 0.5000 എന്തോ ആണ് ഫൈൻ. ആക്കി കൊടുത്തു. 1 ആക്കി കൊടുത്താണ്ട് അപ്പൊ ഇവിടെ ഒന്നുകൂടി അടുത്ത് വരില്ലേ? ഈക്വൽ എക്സ് വൈ സ്പേസിങ് കൊടുത്തുകൊണ്ടാണ് എന്തായി അത് 1 ആക്കിയപ്പോൾ മറ്റേത് 1 ആയത്. ഞാൻ ഓക്കെ അടിച്ചാൽ ഇതിൽ നമ്മുടെ ഡിസ്റ്റൻസ് 1 ആയിക്കാരം. ഞാൻ എൽ എടുത്തു, എൻ്റർ അടിച്ചു, എന്നിട്ട് എന്ത് ചെയ്തു, ഫസ്റ്റ് പോയിന്റ് എടുത്തു, ഇതുവരെ വരച്ചാല്, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, ഇതാണ് ഓർത്തോ, അതായത് 90, 80, 270, 360 മാത്രമേ വരക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോ നമുക്ക് സൈഡിക്കൊക്കെ ഇൻക്ലൈൻഡ് ആയിട്ടൊക്കെ വരക്കാൻ പറ്റില്ല. ഈ ഓർത്തോ നമ്മൾ എന്ത് ചെയ്യാം, F8 ഒന്നെങ്കിൽ F8 അല്ലെങ്കിൽ ഓർത്തോ ഇവിടെ ഓൺ ആക്കി വെച്ചാൽ വെച്ചാല് ഇങ്ങോട്ട് 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 മാത്രം വരക്കാൻ പറ്റുള്ളൂ. 90 ഡിഗ്രി അല്ലേ? അത് ഞാൻ 1 എടുത്തുകൊണ്ട് എൻ്റർ അടിച്ചു, കണ്ടോ ഇത് 1 വന്ന്. നമുക്ക് ഡി എസ് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. അപ്പൊ എന്താ ഇവിടെ ഗ്രിഡിന്റെ സ്പേസിങ് കണ്ടോ, ഇത് നമ്മൾ സ്നാപ്പിന്റെ സ്പേസിങ് ആണ് ചെയ്തത്, ഇവിടെ ഗ്രിഡിന്റെ സ്പേസിങ് ഉണ്ട്, അത് ഞാൻ 1 to 1 ആക്കുകയാണ്. ഓക്കെ ഓക്കെ എടുത്തപ്പോ എന്തായിട്ടുണ്ട്, ഇത് ഈ സെന്റർ ടു സെന്റർ ആണ് ഇപ്പൊ ആയത്. അത് ഞാൻ ഡിലീറ്റ് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു, എൽ എടുത്തു, സ്പേസ് ബട്ടൺ അടിച്ചാണ് അത് ചെയ്തു, എന്നിട്ട് 1 എടുത്തു, എൻ്റർ അടിച്ചു. അപ്പൊ കണ്ടോ, ഇപ്പൊ ഈ പോയിന്റ് പോയിന്റ് ഏതാണ്ട് ലെങ്ത് എന്തായി, 1 ആയിട്ടുണ്ട്. സെയിം ആയി. എന്നിട്ട് ഡിലീറ്റ് ചെയ്തു, ഈ എൽ എടുത്തു, എൻ്റർ അടിച്ചു. എൽ എടുത്ത ലൈനാണ്, എന്നിട്ട് എന്ത് ചെയ്തു, ഈ സ്നാപ്പ് നമുക്ക് കിട്ടണില്ല, അതായത് നമുക്ക് ഈ പോയിന്റ് കിട്ടണം. ഈ പോയിന്റ് ടു പോയിന്റ് ഒക്കെ നമുക്ക് ഡ്രോ ചെയ്യാൻ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഡി എസ് എടുത്തു, ഡി എസ് എടുത്തിട്ട് എന്ത് ചെയ്തു, F9 ഓൺ ചെയ്ത് വെച്ചു. ഓക്കെ, ഞാൻ എൽ എടുത്താണ്ട് ലൈൻ എടുത്താണ്ട് വരച്ച് നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്നുണ്ടോ, എന്റെ ഈ മൗസ് കേസർ ഇപ്പൊ ഈ പോയിന്റ് മാത്രം പോവുള്ളൂ, ഇതിന്റെ സെന്റർ ഒന്നും കിട്ടണില്ല. ഡി എസ് എടുത്തിട്ട് F9 ഓൺ ആക്കുന്നുണ്ട്. ഡി എസ് അടിക്കാതെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ കീബോർഡിലുള്ള F9 അടിച്ചാലും മതി. കണ്ടോ ഓഫായി. ഞാൻ F9 അടിച്ചാൽ എന്താവും, അവിടെയും ചെയ്യാം ഇവിടെയും ചെയ്യാം. F9 അടിച്ചാൽ സ്നാപ്പ് ഓൺ ആവും. പിന്നെ നമുക്ക് ഈ പോയിന്റ് ഇപ്പൊ മാത്രം കളിക്കാൻ പറ്റും. ഈ പോയിന്റിന്റെ സ്പേസിങ് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡി എസ് എടുത്തുകൊണ്ട് എൻ്റർ അടിച്ചുകൊണ്ട് ഈ പോയിന്റ് തമ്മിലുള്ള സ്പേസിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാം. ഈ ഗ്രിഡ് സ്പേസിങ് ചേഞ്ച് ചെയ്താൽ പോയിന്റ്സ് തമ്മിലുള്ള സ്പേസിങ് ഒക്കെ മാറും. ഓക്കെ, ഇനി നമുക്ക് ഇത് ഓൾ റൗണ്ട് ഇതിവിടെ കണ്ടോ, കുറച്ചതിന് മുന്നേ എന്തോ ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇത് ഫുൾ ഉണ്ടല്ലോ, സ്ക്രീനിൽ ഫുൾ ഉണ്ടല്ലോ, അത് നമുക്ക് ഓഫ് ചെയ്യാൻ ഇതാ ഇവിടെ ബട്ടൺസ് ഉണ്ട്. അപ്പോ ഇതിൽ എന്താ വെച്ചാൽ ഇവിടെ കണ്ടോ കുറച്ച് ഓഫ്, ഇതിൽ ഓൾറെഡി കുറച്ച് ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ലിമിറ്റ് സെറ്റ് ചെയ്യാൻ നമ്മൾ എന്തെടുക്കുക, ലിമിറ്റ്സ് LIM ഇട്ടാണ്ട് എൻ്റർ അടിക്കുക. ഇതാണ് ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഡോട്ട് ഡോട്ട് ഓഫ് കണ്ടില്ലേ, അതാണ് ലിമിറ്റ്. ലിമിറ്റ് ലിമിറ്റ് LIM അടിക്കുക. എന്നിട്ട് നമുക്ക് എവിടേക്ക് ഏത് മുതൽ ഏത് വരെയാണ് ലിമിറ്റ് വേണ്ടി എന്നുള്ളത് നമ്മൾ എന്തെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാൻ ഇതിൽ 0 to 0 ഒരു മിനിറ്റ്, ഇതിന്റെ മുന്നേ സെറ്റ് ചെയ്ത് വെച്ച ലിമിറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. ഇതെന്തോ ഡിഫോൾട്ടായി വരുന്നുണ്ട്, നമുക്ക് നോക്കട്ടെ വേറെ. ഓക്കെ, നമുക്ക് മറ്റേലെന്തോ ഇഷ്യൂ ഉണ്ട്, നമുക്ക് മറ്റേ വേണ്ട. ഇത് പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്താൽ മതിയാരോ, അതായത് നമ്മൾ റെവിറ്റ് 1, 2, 3 ഫയൽ തുറക്കൂലേ, സെയിം ടെംപ്ലേറ്റ് തുറക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലസ് അടിച്ചാൽ മതി. എത്ര ഡ്രോയിങ്സ് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റ് സെറ്റ് ചെയ്യാം. ഈ എൻ്റയർ സ്ക്രീൻ നമുക്ക് ഒഴിവാക്കിയാണ്ട് ലിമിറ്റിൽ ഒരു ലിമിറ്റ് വരെ മതി എന്നുള്ള സെറ്റപ്പിലാക്കാം. അതിന് ഞാൻ എന്ത് ചെയ്തു, LIM അടിച്ചു, ലിമിറ്റ്സ് ഓൺ ആയി. സ്പെസിഫൈ ലോവർ ലെഫ്റ്റ് കോർണർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് ഏത് മുതൽ ഏത് വരെ വേണമെന്ന് നോക്കാം. അത് നമുക്ക് ഈ പോയിന്റ് മുതൽ തുടങ്ങണം എന്നുണ്ടെങ്കിൽ 0,0 അടിച്ച, എന്നിട്ട് എന്ത് ചെയ്യാം, എൻ്റർ അടിച്ച, സ്റ്റാർട്ടിംഗ് പോയിന്റ് എടുത്തു.
പിന്നെ അപ്പർ റൈറ്റ് കോർണർ, അതായത് ഇവിടുന്ന് തുടങ്ങിയിട്ട് ഏത് വരെ വേണം സ്ക്വയറിലെ വരിക. അത് ഞാനൊരു 10,10 ആക്കി കൊടുത്തു, എൻ്റർ അടിച്ചു. അപ്പൊ എന്തായിട്ടുണ്ടാവും ഇവിടെ? അപ്പൊ വരൂല. അപ്പൊ എന്തുകൊണ്ടാണ് വരാത്തത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? DS പോയി കണ്ട് എന്ത് ചെയ്തു? ഇതിൽ ഡിസ്പ്ലേ ഗ്രിഡ് ബിയോണ്ട് ലിമിറ്റ്സ് ഇല്ലേ, അത് ഓഫ് ചെയ്തു. എന്നിട്ട് ഓക്കെ അടിച്ചു. അപ്പൊ കണ്ടോ, ഫുൾ ഗ്രിഡ് ഇല്ല. നമ്മളിതിപ്പോ 10:10 അതായത് ഇത് മുതൽ ഇതുവരെ 10:10 ആയിട്ടുണ്ടാവാം. കൊടുത്തത് മാത്രല്ലേ? ആ, കൊടുത്താൽ മാത്രം. ഇതിലിപ്പോ നമ്മൾ വേറെ യൂസ് ചെയ്താണ്. അപ്പൊ ഇതിൽ നമുക്ക് നോക്കാം. അതിന്റെ സ്പേസിങ്സ് ഒക്കെ ഞാൻ 1 ആക്കി കൊടുക്കണം. ഡിസ്പ്ലേ ഗ്രിഡ് ആക്കി ഓക്കെ അടിച്ചാല് കണ്ടോ? വൺ ആക്കിയാല് അതിന്റെ സ്പേസിങ് കൂടി. ആ, ഇതാ XY സ്പേസിന് ഞാൻ എന്ത് ചെയ്തു? 1 ആക്കി കൊടുക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാം? സെറ്റ് ചെയ്യാം. ഇനി അതേമാതിരി നമുക്ക് എന്ത് ചെയ്യാം? പോയിന്റ് ഇടാം. പോയിന്റ് ഇടാൻ എന്ത് ചെയ്യാന്ന് വെച്ചാല് PO എന്നിട്ടാൽ നമുക്ക് എന്ത് ചെയ്യാം? പോയിന്റ് കിട്ടും. അതിന്റെ മുന്നേ നമുക്ക് വരുന്നതിന് മുന്നേ നമുക്ക് ലൈന് വരക്കാൻ നോക്കാം കുറച്ച്. നമുക്ക് അതിന്റെ മുന്നേ എന്ത് ചെയ്യാം? ലൈന് വരക്കൽ എങ്ങനെ കുറച്ച് നോക്കാം. ഇതാ ലൈന് ഇവിടെ ഉണ്ട്. LI എന്ന് ഞാൻ പറഞ്ഞു. ചിലതിന്റെ എന്താ വെച്ചാൽ നമുക്ക് ലൈന് വേണമെന്നുണ്ടെങ്കിൽ LI എന്ന് അടിച്ചാൽ മതി. അങ്ങനെ ഷോർട്ട് കീസ് കുറെ ഉണ്ട്. നമ്മൾ ഷോർട്ട് കീസ് ആണ് ചൂസ് ചെയ്യാം. ഞാൻ ലൈന് എടുത്തിട്ട് എന്ത് ചെയ്യും? F9 എടുത്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? സ്നാപ്പ് ഓൺ ആയി. ഞങ്ങൾക്ക് ഈ പോയിന്റ് ടു പോയിന്റ് ഇങ്ങനെ വരക്കാൻ പറ്റും. ഏത് സൈഡൊക്കെ വേണ്ടിച്ചാൽ അങ്ങനെ വരക്കാൻ പറ്റും. ഇത് ഓർത്തോ ഓഫ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഏത് ഡിഗ്രിയിലും വരക്കാം. ഓൺ ആണെന്നുണ്ടെങ്കിൽ 90 ഡിഗ്രി മാത്രം പറ്റുള്ളൂ. ഓക്കെ. ആ പോയിന്റ് ടു പോയിന്റ് മാത്രമേ കണക്ട് ആവുള്ളൂ. ആ, അപ്പൊ F9 ഓൺ ആണെന്നുണ്ടെങ്കിൽ പോയിന്റ് ടു പോയിന്റ് മാത്രം കണക്ട് ആവുള്ളൂ. ഇനി നമുക്ക് ചെയ്യാനുള്ള നമുക്ക് വർക്ക് ബുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. വർക്ക് ബുക്കിൽ നമുക്ക് കാണുന്നുണ്ട് ഡ്രോ ദ ഫോളോയിങ് ഫിഗേഴ്സ് യൂസിങ് സിമ്പിൾ ലൈൻസ്, സർക്കിൾ, പോയിന്റ് ആൻഡ് ഡൈറ്റീസ്. അതായത് ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഡ്രോ ചെയ്ത് നോക്കാം. അതായത് ഇതിലൊരു ബോക്സ് കാണിക്കുന്നുണ്ട്. ഇതില് 1, 2, 3, 4, 5 ഒരു പോയിന്റ്സ് ഉണ്ട്. 1, 2, 3, 4, 5 ഉണ്ട്. അപ്പൊ അതെങ്ങനെ നോക്കാം. സോറി, ഞാൻ ആദ്യം എന്ത് ചെയ്തു? എടുത്ത് ലൈൻ എടുത്താണ്ട് എന്ത് ചെയ്തു? ഇട്ടാണ്ട് സ്പേസ് അടിച്ചു. അപ്പൊ ലൈൻ എന്നു F9 ഓൺ ആക്കി വെച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു ഔട്ടർ ലൈന് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ. ഞങ്ങൾക്ക് ഇതിൽ പോയിന്റ്സ് ആഡ് ചെയ്യാം. പോയിന്റ്സ് ഇത് ഗ്രിഡ് ആണല്ലോ. ഇനി നമ്മൾ സെപ്പറേറ്റ് പോയിന്റ് ആഡ് ചെയ്യാൻ PO എന്നിട്ടു എൻ്റർ അടിച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു പോയിന്റ് മാത്രമേ അടിച്ചിട്ടുള്ളൂ. ഒരു പോയിന്റ് മാത്രമേ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതാ ഇവിടെ കാണും. ഇതൊന്നും പോയിന്റ് അല്ല. അപ്പൊ നമുക്ക് വേറെയും കുറെ പോയിന്റ്സ് ഇടണം. അതെങ്ങനെ നോക്കാം. അത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഫോർമാറ്റ് പോയി കാണാൻ എന്ത് ചെയ്യാം? ഇതിലുണ്ടാവും പോയിന്റ് സ്റ്റൈല്. നമ്മൾ നിലവിലുള്ള പോയിന്റ് സ്റ്റൈൽ എന്ത് ചെയ്യുക? ചേഞ്ച് ചെയ്യാണ്. ഇതിപ്പോ ഡോട്ടിലാണ് കാണുന്നത്. ഇനി നമ്മൾ ഏതെങ്കിലും ഷേപ്പിലോട്ട് ചേഞ്ച് ചെയ്താൽ എന്തുണ്ടാവും നോക്കാം. ആ ഒരു ഷേപ്പിലോട്ട് ചേഞ്ച് ചെയ്തുകൊണ്ട് ഓക്കെ അടിച്ചപ്പോൾ കണ്ടോ ഒരു പോയിന്റിന്റെ ഷേപ്പ് മാറി. അത് നമുക്ക് അവിടെ തന്നെ എടുക്കണം എന്നില്ല. PT എന്ന് അടിച്ചുകൊണ്ട് എൻ്റർ അടിച്ചാലും എന്താവും? ആ പോയിന്റിന്റെ സ്റ്റൈല് മാറും. നമ്മൾ ഏത് വേണമെന്നുണ്ടെങ്കിൽ ആ PT. പിന്നെ ഇതിന്റെ എന്താ പോയിന്റ് സൈസ് 5 ആണ്. ഞാനത് 10 ആക്കിയാൽ അതിന്റെ സൈസ് ഇങ്ങനെ കൂടും. കണ്ടോ? ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇത് എല്ലാ സ്ഥലത്തും പൊട്ടർ വരാൻ എന്ത് ചെയ്യാൻ നോക്കാം. അതിന് നമ്മൾ എല്ലാ പോയിന്റ്സിലും എത്തണ്ട. അതിന് നമ്മൾ ഡ്രോ ടാബ് പോയിട്ട് എന്ത് ചെയ്യാം? പോയിന്റിലുണ്ട്, മൾട്ടി പോയിന്റ് ഉണ്ട്. അത് ഓണാക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? എല്ലായിടത്തും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. എവിടെ പോയിട്ട് ഡ്രോ ടാബിലുണ്ട് എന്ത് പോയിന്റിൽ മൾട്ടിപ്പിൾ ആക്കിയാൽ എന്ത് ചെയ്യാം? നമുക്ക് ഇങ്ങനെ മൾട്ടിപ്പിൾ പോയിന്റ് അല്ലേ? ഇനി നമുക്ക് എന്താ വെച്ചാല് ഇതിൽ സൈസ് കൂടിയല്ലോ പോയിന്റിന്റെ, അത് നമുക്ക് നോക്കാം. ഇങ്ങനെ കൂടിയത് നോക്കാം. ഇവിടെ 10 കൊടുത്തു. ഇനി നമുക്ക് 5 ആക്കി വെക്കാം. ഇതിന്റെ സെറ്റ് സൈസിന് അബ്സല്യൂട്ട് യൂണിറ്റ് ആക്കിയാൽ എന്ത് ചെയ്യും? 5 യൂണിറ്റ് ഓക്കെ അടിച്ചാൽ എന്തായി? ഇതെല്ലാം വലുതായിട്ടുണ്ട്. അതിന്റെ ചേഞ്ച് എന്താ നോക്കാം. അതിന്റെ ചേഞ്ച് എന്താ നോക്കാം. അതെന്താ വെച്ചാൽ നമ്മൾ സൂം ചെയ്യുന്നതിനനുസരിച്ചാണ്. സെറ്റ് സൈസ് എന്തായത്?
സെറ്റ് സൈസ് റിലേറ്റഡ് സ്ക്രീൻ. സ്ക്രീൻ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ആ സ്ക്രീനിന് ആ സൂമിങ്ങിനനുസരിച്ചാണ് ആ സൈസ് ചേഞ്ച് ആവുക. അബ്സല്യൂട്ട് യൂണിറ്റ് പറഞ്ഞാൽ യൂണിറ്റ് 5 എന്നുള്ള രീതിക്ക് എന്താ സൈസ് ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ അടിച്ചു, അപ്പൊ എന്തായിട്ടുണ്ട് 1 പോയിട്ടുണ്ട്. ഇനി മറ്റേ ചേഞ്ച് എന്ന് വെച്ചാൽ നമ്മൾ ഇത്ര സൂം ചെയ്ത് വെച്ചാണ് എന്ത് ചെയ്തു, PT എടുത്തു, എൻ്റർ അടിച്ചു, ഓക്കെ അടിച്ചാൽ എന്താ ഉണ്ടാവുക, പറ്റ ചെറുതായിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ അപ്പൊ സൂമിങ് സൈസ് അനുസരിച്ചിരിക്കില്ലേ? അത് സൂമിങ് സൈസ് അനുസരിച്ചാണ്, മറ്റേത് യൂണിറ്റ് സൈസ് അനുസരിച്ചാണ്. മനസ്സിലായോ? ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ചേഞ്ച് ചെയ്ത് അതാണ് രണ്ടും തമ്മിലുള്ള മാറ്റം. ഓക്കെ 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 മനസ്സിലായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയാണ് ഈ ഫസ്റ്റത്തെ ഫിഗർ വരക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രേറ്റ് ലൈൻ യൂസ് ചെയ്തുകൊണ്ട് ഫംഗ്ഷൻ 7, 8, 9, F7, F8, F9. F8 ഞാൻ പറഞ്ഞു, നമുക്ക് നോക്കാം. F8 എന്തിനാ, ഓർത്തോ. കണ്ടോ, ഓർത്തോ മോഡ് ഓൺ ആക്കാനോ ഓഫ് ചെയ്യാൻ എന്ത് ചെയ്യാം, F8 അടിച്ചാൽ മതി. കണ്ടോ, അതായത് 90 ഡിഗ്രി മാത്രം. F7 എന്താ, F7 ഈ ഗ്രിഡ് കണ്ടോ, ഈ ഗ്രിഡ് കണ്ടോ, ഇവിടെ ഡോട്ട് ഡോട്ട് കണ്ടോ, അത് ഓഫ് ചെയ്യാനോ ഓൺ ചെയ്യാനാണ് F7. ബാക്കിലുള്ള ഡോട്ട് ഡോട്ട് ഓഫ് ആവണോ ഓൺ ആവണോ, ഞാൻ ഗ്രിഡ് കളിക്കാനല്ല ഇത് അവിടെ. F9 ഞാൻ പറഞ്ഞു സെലക്ഷൻ കിട്ടാൻ, അതായത് ലൈൻ എടുക്കുമ്പോൾ ഈ പോയിന്റ് ടു പോയിന്റ് സെലക്ഷൻ കിട്ടാനൊക്കെ. ഇനി അത് ഫുള്ള് ഡിലീറ്റ് ചെയ്തു. ഞാൻ എന്ത് ചെയ്യാം, നമുക്ക് ഈ പറഞ്ഞ വഴി വരച്ചു നോക്കാം. ഒരു T എന്നുള്ള സെറ്റപ്പിൽ വരക്കാം. ഞാൻ ഓട്ടോകാഡ് എടുത്തു, എടുത്തു, സ്പേസ് ബട്ടൺ അടിച്ചു, എന്നിട്ട് എന്ത് ചെയ്യാം, ഈ പോയിന്റ് നമുക്ക് കിട്ടണില്ല, അത് കിട്ടാതെ വന്നപ്പോൾ ഞാൻ F9 അടിച്ചു. അപ്പൊ ഞങ്ങൾക്ക് പോയിന്റ് ടു പോയിന്റ് കിട്ടുന്നുണ്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് നീട്ടി വരച്ചു, അടിക്ക് വരച്ചു, ഇങ്ങനെ വരയ്ക്കാണ്. ഇങ്ങനെ വരച്ചു, എസ്കേപ്പ് അടിച്ചു. ഞങ്ങൾക്ക് എന്താ ചെയ്യാം, F7 ഓഫ് ചെയ്താൽ എന്താവും, ഗ്രിഡ് ഓഫ് ആവും. കണ്ടോ, T റെഡി ആയി. മനസ്സിലായോ? ഗ്രിഡ് ഓഫ് ആയി. F8 ആണെങ്കിൽ നമുക്ക് 90 ഡിഗ്രി, ഈ 90 ഡിഗ്രി. F9 ആണെങ്കിൽ F9 ആണെങ്കിൽ പോയിന്റ് ടു പോയിന്റ്. F7 ആണ് മറ്റേ ഗ്രിഡിലെ. ഗ്രിഡ് F7, F8 90 ഡിഗ്രി. F9 എന്താ, F9 ഓർത്തോ. ഓർത്തല്ല, പോയിന്റ് ടു പോയിന്റ്. ഓർത്തോ F8. ഓർത്തോ F8 ആണ്. F9 എന്തായിരുന്നു? F9 നമുക്ക് എന്ത് ചെയ്യാനാ, ഈ പോയിന്റ് സെലക്ഷൻ കിട്ടാൻ എടുത്ത് സ്പേസ് ബട്ടൺ അടിച്ചാണ്ട് ഈ പോയിന്റ് പോയിന്റ് കറക്റ്റ് കിട്ടാനാണ് നമ്മൾ F9 നിൽക്കി അത് ഓഫ് ചെയ്തു. സ്നാപ്പ് ആണത്, ഈ പോയിന്റ് എന്നല്ല ഇനി കിട്ടാൻ, ഞാൻ ഇവിടുന്ന് വരക്കാം. ഓക്കെ, അതാണ് അത്. ഇതൊക്കെ വരക്കാൻ കഴിയൂല. ഈ സർക്കിള് നമുക്ക് നോക്കാം, ഇതൊക്കെ വരക്കാൻ കഴിയൂല. സർക്കിൾ നമുക്ക് നോക്കാം, പിന്നെ ഇതും കഴിയൂല. കഴിയൂല, ജസ്റ്റ് ലൈൻ വെച്ചാണ് ഇങ്ങനെ വരച്ചാൽ മതി. സ്പേസിങ് കാര്യങ്ങൾ ഈ വീഡിയോ ഒന്ന് ആദ്യം മുതലേ കണ്ടോക്കണം, അപ്പൊ അതിന്റെ സ്പേസിങ് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമുക്കത് നോക്കാനുള്ള ഈ സർക്കിൾ ആണ്. സർക്കിൾ എങ്ങനെ വരക്കാൻ നോക്കാം നമുക്ക്. ഞാൻ ഓട്ടോകാഡ് എടുത്ത് എന്ത് ചെയ്തു, DS നമുക്ക് ഗ്രിഡ് ഫുള്ള് ഓൺ ആക്കാം. അതിനെന്ത് ചെയ്യാന്ന് വെച്ചാല്, നമുക്ക് ഗ്രിഡ് ഫുൾ ഓൺ ആക്കാൻ ഡിസ്പ്ലേ ഗ്രിഡ് ബിയോണ്ട് ലിമിറ്റ്സ് ഓൺ ആക്കിയാൽ നമുക്ക് എന്താവും, ഗ്രിഡ് ഫുൾ ഓൺ ആവും. കണ്ടോ, നമ്മൾ സെറ്റ് ചെയ്ത ലിമിറ്റ് മാത്രമല്ല ഫുൾ ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സർക്കിൾ ഇതാ അവിടെ. സർക്കിൾ നമുക്ക് 3 ഓപ്ഷൻസ് എങ്ങനെ നോക്കാം. സർക്കിൾ റേഡിയസ് എടുത്താണ് ഞാൻ എന്ത് ചെയ്തു, F9 അടിച്ചു. ഞങ്ങൾക്ക് ആ പോയിന്റ് കറക്റ്റ് കിട്ടാൻ F9 അടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ഒരു സെന്റർ നിൽക്കി പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ വലിക്കണനുസരിച്ച് എന്താവും, സർക്കിളിന്റെ ഇത് വരും. അതിലെന്താ, സ്പെസിഫൈഡ് റേഡിയസ് ഓഫ് ദ സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതായത് 50 എന്ന് കൊടുത്താൽ അതിന്റെ റേഡിയസ് വരും. 50 റേഡിയസിൽ സർക്കിൾ വലുതായിട്ടുണ്ട്, അത് സൂം ചെയ്തിട്ടാ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ വേറെ എന്താ വെച്ചാൽ സർക്കിളിന്റെ ഷോർട്ട് കീ ആണ് CI. C മതി, CI വേണ്ട, C മതി. കണ്ടോ, ഇത് അടിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാം. സർക്കിൾ എടുത്താണ് ഞാൻ എന്ത് ചെയ്തു, ഞങ്ങൾക്കൊരു പോയിന്റ് ഇട്ടു. ഈ പോയിന്റ് ഇട്ടാണ് എന്ത് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ സർക്കിൾ ഇതാ ഇവിടെ സ്പെസിഫൈ റേഡിയസ് ഓഫ് സർക്കിൾ
ഓർ ഡയാമീറ്റർ എന്ന് കാണുന്നുണ്ട്. ഡയമീറ്റർ. ഈ ഓറിലെ ഡയാമീറ്റർ നമ്മൾ സെലക്ട് ചെയ്താൽ നമുക്ക് ഡയാമീറ്റർ സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. ഞാൻ നേരത്തെ എത്ര കൊടുത്ത്? ഓക്കെ 50. ഓക്കെ. അതേമാതിരി ഞാൻ 50. 50 കൊടുക്കണം. കണ്ടോ, ഇത് റേഡിയസും ഇത് ഡയാമീറ്റർ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, ഓക്കെ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സർക്കിളിന്റെ അത് വരക്കുക. ഇനി അടുത്തത് നമുക്ക് സർക്കിൾ ഡയാമീറ്റർ സെയിം ആണ്. അതായത് ആദ്യം ഡയാമീറ്റർ ഓൺ ആവുക. ഓക്കെ, 50 കൊടുത്താൽ 50 വരും. അല്ലെങ്കിൽ എന്താവും, നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്താൽ ആ ഒരു സൈസ് വരും. പിന്നെ 2 പോയിന്റ്, സർക്കിളിന് 2 പോയിന്റ് സെലക്ട് ചെയ്യാം. അതായത് ഇപ്പോൾ 2 പോയിന്റ് നമുക്ക് നോക്കാം. ക്രിയേറ്റ് എ സർക്കിൾ യൂസിങ് 2 എൻഡ് പോയിന്റ്സ് ഓഫ് ദ ഡയാമീറ്റർ. അതായത് ഡയാമീറ്റർ ആയിട്ടുള്ള 2 പോയിന്റ്സ്. അത് ഞാൻ അടുത്താണ് എന്ത് ചെയ്തു, ഇവിടെ ഒരു പോയിന്റും ഇവിടെ ഒരു പോയിന്റും. കണ്ടോ, പോയിന്റ് പോയിന്റ് കിട്ടാം. നേരത്തെ നമ്മൾ സെൻട്രലിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, ഇവിടെ അടിച്ചാൽ ഇത് അവിടെ പോയിന്റ് പോയിന്റ് കിട്ടൂലേ? പോയിന്റ് പോയിന്റ് കിട്ടും. അടുത്തതായിട്ടുള്ള എന്താ, 3 പോയിന്റ് ഉണ്ട്. 3 പോയിന്റ്. 3 പോയിന്റ് നമുക്ക് ഇതേമാതിരി 1 പോയിന്റ്, 2 പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ് എവിടെ വേണ്ടിച്ചാൽ അത് നമ്മൾ സെലക്ട് ചെയ്തെടുക്കാം. ഓക്കെ. ഓക്കെ, അതാണ് ഈ 3P 2P എന്ന് പറയുന്നത്. ഏത്? ഇത് 2P 3P അതല്ല താഴത്ത് നേരത്തെ. കേട്ടോ. 3P 2P ഒക്കെ അതാണ്. പിന്നെ ആ, ടാൻ അതെ. റേഡിയസ് ഒക്കെ ഉണ്ടാവും. നമുക്ക് ഇവിടെ തന്നെ നമുക്ക് നോക്കാം. ആ, ടാൻ റേഡിയസ് ഉണ്ട്. അതായത് 2 ടാൻ സെലക്ട് ചെയ്താൽ റേഡിയസ് വരാം. ടാൻ വരാനും വേണ്ടി ഞാൻ ലൈൻ ഇട്ടുണ്ട്, 2 ലൈൻ വരച്ചു. ലൈൻ വരക്കാണ്, ഇട്ടു, എൻ്റർ അടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു ലൈനും വരച്ചു. ഞാൻ എന്ത് ചെയ്തു, 90 ഡിഗ്രി ഓഫ് ചെയ്തു, എസ്കേപ്പ് അടിച്ചുകൊണ്ട് ഒരു ലൈനും കൂടെ വരക്കണം. ഓക്കെ. നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ നോക്കാം. ടാൻ ഇട്ടാണ്ട് ലൈൻ ഇട്ട് വരച്ചാൽ ഞാൻ എന്ത് ചെയ്തു, ടാൻ റേഡിയസ് ഉണ്ട്. അതെടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒന്ന് ഇവിടെയും സെലക്ട് ചെയ്തു, മറ്റേതായി ഇവിടെയും സെലക്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാം, സ്പെസിഫൈ റേഡിയസ് ഓഫ് ദ സർക്കിൾ. ആ സർക്കിളിന്റെ റേഡിയസ് എത്ര വേണ്ടിയത്, ഞാനൊരു 20 കൊടുത്തുകൊണ്ട് എൻ്റർ അടിച്ചു നോക്കി. അപ്പൊ ഇവിടെയാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. അതായത് ഇതിന്റെ ടാൻ, അതായത് ഈ ലൈൻ ഇങ്ങനെ ഇന്റർസെക്ട് ചെയ്യണ ഈ 2 സൈഡിൽ 20 ഇവിടെ റേഡിയസ് വരുന്നുള്ള രീതിക്കാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾക്കൊരു കാര്യം ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെയല്ലേ? കൺട്രോൾ സെറ്റ് അടിച്ച എന്നിട്ട് എന്ത് ചെയ്യാം, ഒന്നുകൂടെ ചെയ്യാം. ടാൻ റേഡിയസ്. ഇപ്പൊ ടാൻ റേഡിയസ് ആണ് ഓൺ. ഇവിടെ ഇമേജ് കണ്ടോ. അത് ഞാൻ എന്ത് ചെയ്തു, 1 2 ചെയ്താണ്ട് ഒരു 100 അടിച്ചു. കണ്ടോ, ഇതിനുള്ളിലേക്ക് വന്നു. 200 അടിച്ചാൽ കുറച്ചും കൂടി നമുക്ക് 200 അടിച്ചു നോക്കാം. മുകളിലേക്ക് വരില്ലേ? അങ്ങനെ ഇത് ഇന്റർസെക്ട് ചെയ്യണ 2 ലൈനിന്റെ അവിടെ നിന്നാണ് തുടങ്ങാം. ഓക്കെ ഓക്കെ. ഇതിപ്പോ ഇതിന്റെ റേഡിയസ് കൂടിയിട്ടാണല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്? സൈസ് കൂടും. അപ്പം എന്നിട്ട് എന്ത് ചെയ്ത് 200 അടിച്ചാണ്ട് ഈ ലൈന് രണ്ടാമത് സെലക്ട് ചെയ്തൊക്കെ എന്തായിട്ടുണ്ട്, 200 അടിച്ചു, എൻ്റർ അടിച്ചു. ഫസ്റ്റ് നമ്മൾ ടാൻജന്റ് സെലക്ട് ചെയ്തു. എന്ത് റേഡിയസ് ഞാനൊരു 200 കൊടുത്തു നോക്കാം. കണ്ടോ, ഇത് 100, ഇത് 200. കണ്ടോ, ഇപ്പോൾ അതായത് ഇങ്ങനെ പോകുമ്പോ ഇവിടെയാണ് 200 കൊള്ളണത്. അങ്ങനെയാണ് അത് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് എന്താ ഉള്ളത്, ടാൻ ഉണ്ട്. 3 ടൈം ആണ്. ചെയ്തു, ലൈൻ എടുത്തു, 3 ലൈൻസ് എടുക്കാണ്. ഷേപ്പ് അടിച്ചു, സ്പേസ് ബട്ടൺ അടിച്ചാൽ അതേ ഇതൊന്ന് വീണ്ടും വരും. പിന്നെയും വരച്ചു, എസ്കേപ്പ് അടിച്ചു, അല്ലെങ്കിൽ സ്പേസ് അടിക്കാം. എന്നിട്ട് എന്ത് ചെയ്താ, ഇവിടെ അടിച്ചു, എസ്കേപ്പ് അടിച്ചു, അല്ലെങ്കിൽ സ്പേസ് അടിക്കാം. സ്പേസ് എസ്കേപ്പ് അടിച്ചാൻ പറ്റും. ഞാൻ എന്ത് ചെയ്തു, ഇതിൽ ടാൻ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യാം, 3 ലൈൻ ഞാൻ സെലക്ട് ചെയ്തു. കണ്ടോ, റേഡിയസ് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. മനസ്സിലാണില്ലേ? ഇതാണ് ആ ഓപ്ഷൻ. അപ്പൊ നമ്മള് റേഡിയസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലേ? ഇല്ല, ടാൻ നമുക്ക് റേഡിയസ് കൊടുക്കേണ്ട. 3 പോയിന്റ്സ് സെലക്ട് ചെയ്താൽ മതി, അതിനുള്ളിൽ സർക്കിൾ വരും. ഇത് എവിടെയെങ്കിലും പോയിക്കാണ്ട് ഒരു സർക്കിൾ ഷേപ്പിന് കിട്ടണ വരെയുള്ള ലൈൻസ് വേണം കേട്ടോ, അല്ലെങ്കിൽ കിട്ടൂല. എറർ ഉണ്ടാവും ചിലപ്പോ, എപ്പോഴും ശരിയായി വരില്ല. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്, ഞങ്ങൾക്ക് ഈ ഡ്രോയിങ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. സോറി, ഈ സർക്കിള് ഞാൻ ഓട്ടോകാഡ് എടുത്തു. ഇതിൽ F9 ഓൺ ആക്കി, എന്ത് ചെയ്തു, C എടുത്തു, സ്പേസ് ബട്ടൺ എൻ്റർ അടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ ഓർത്ത് ഓൺ ചെയ്ത് കണ്ട് F9 ഓൺ ചെയ്തു.
അപ്പൊ ഈ പോയിന്റ് നമുക്ക് കിട്ടുള്ളൂ. സൂം ചെയ്താൽ മതി കേട്ടോ. ആണ് കിട്ടണമെങ്കിൽ പോയിന്റ് മതി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, സർക്കിള് ഒന്ന് അല്ലെങ്കിൽ രണ്ടെണ്ണം വരച്ചു, ഒരു സർക്കിൾ വരച്ചു. ഞാൻ സ്പേസ് ബട്ടൺ റേഡിയസ് കൊടുക്കണ്ട. ഇല്ല, നമുക്ക് ഏതാണ്ട് അതിന്റെ സൈസ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചാൽ മതി. കണ്ടോ? പിന്നെ സ്പേസ് ബട്ടൺ അടിച്ചു, സെന്റർ പോയിന്റ് എടുത്തു, ഗ്രിഡ് ഇങ്ങനെ വരച്ചാൽ മതി അതിന്റെ മുകളിലൂടെ. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം, ഇത് ക്രിയേറ്റ് ചെയ്യാം. ഓളോ ഓക്കെ അല്ലേ? ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയൂല. ഇതൊന്ന് ട്രൈ ചെയ്യട്ടോ. ഇന്ന് ഇത്രേ ഉള്ളൂ. നാളെ ഇത് കുറച്ചുണ്ട്. പിന്നെ നമുക്ക് അങ്ങനെ ഇങ്ങനെ പോവാം. ഓക്കെ, അത് ആംഗിൾ അടിച്ചിട്ട് കൊടുക്കേണ്ടി വരും. അത് ആംഗിളൊക്കെ ഉണ്ട് കുറച്ചുണ്ട്. നിങ്ങൾക്ക് ഓക്കെ അല്ലേ? നിർത്തല്ലേ? ഓ